ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ എൻ്റെ വണ്ടി വെച്ചിരുന്ന ഒരു സബിൻ്റെ ആമ്പാണ്. ഇപ്പം ബ്രിഡ്ജ് ചെയ്തൊരു ബോർഡാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യാൻ വെച്ചിട്ടില്ല. അപ്പോൾ സോണിയുടെ സ്റ്റീരിയോ ആയതുകൊണ്ട് തന്നെ ഫിൽറ്റർ അതിലുള്ളതുകൊണ്ട് ഫിൽറ്റർ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഫിൽറ്റർ വെക്കാനുള്ള തീരുമാനമായി. അപ്പോൾ എന്തായാലും ഇച്ചിരി ഇപ്പം ബാസ് ഇച്ചിരി ബൂസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കേൾക്കാമല്ലോ. ഇപ്പം ഇടയ്ക്ക് ഞാൻ ചെയ്ത 8 ഇഞ്ച് ബാൻഡ് ബാസ് ബോക്സും അതിൻ്റെ ബൂഫറുമാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അയച്ച് പീസാക്കി അധികം സെറ്റ് ചെയ്യണം. ഗൂഗിളിൽ നിന്ന് കിട്ടിയൊരു സർക്യൂട്ട് വെച്ചിട്ടുള്ളൊരു സ്റ്റീരിയോ ബോർഡ് ചെയ്തിട്ട് അത് ബ്രിഡ്ജ് ചെയ്തിട്ടാണ് നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാനുള്ള എളുപ്പവും പിന്നെ ഫാന് ഒക്കെ സെപ്പറേറ്റ് വെട്ടിയൊന്നും വെക്കണ്ടല്ലോ. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ എസ്എംഎസിൻ്റെ കവറിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സംഭവം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റീരിയോ ബോർഡ് ഡോട്ട് വി സി ചെയ്തേക്കുന്നതാണ്. അവർ തന്നെ സ്റ്റീരിയോ ബോർഡ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള സർക്യൂട്ട് സെപ്പറേറ്റ് 4558 IC ഇട്ടിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു 10 ആമ്പിയർ പവർ സപ്ലൈ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് നിലവിലിനകത്ത് ഉള്ളത്. ഒരു ഫിൽറ്ററും കൂടെ ആഡ് ചെയ്തേക്കാന്ന് വെച്ചു. പിന്നെ ഇതിനകത്തേക്ക് വെക്കുന്ന VAയുടെ സബ്സോണിക് ഫിൽറ്റർ വെക്കാൻ ഓർത്തത്. അപ്പം ഓൾറെഡി ഇതിന് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മോഡൽ തന്നെയാണ് ഞാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. ഒരുപാട് ആൾക്കാർ വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഞാൻ വർക്ക് ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് വോക്കൽ മാത്രമേ വരത്തുള്ളൂ, ഫിൽറ്റർ നിലവിൽ വെച്ചിട്ടില്ല. പവർ ഓണാക്കാം. പവർ ഓണാക്കി പവർ ഓണായിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് പൈനിയറിൻ്റെ ആമ്പ് വരുന്ന ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പൈനിയറിൻ്റെ ആമ്പ് എന്ന് പറഞ്ഞാൽ 5.1 AVRനകത്ത് വരുന്ന ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് നിലവിൽ ഇതിനകത്ത് 4 മീറ്ററുണ്ട്, ഒരു സൈഡ് 2 വെച്ചിട്ട്. അപ്പോൾ അത് നിലവിൽ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സർക്യൂട്ട് വെച്ചേക്കുന്നത്. 4558 വെച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രിഡ്ജ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല പവറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനി സബ്സോണിക്കിൻ്റെ ഫിൽറ്റർ കൂടെ സെറ്റ് ചെയ്യണം. ഇതിൽ പവർ നമുക്ക് ചെയ്തേക്കാം. സബ്സോണിക് ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വലിയ പരിപാടിയൊന്നുമില്ല. ലെഫ്റ്റ് റൈറ്റ് ഇന്ന് കൊടുക്കുക, സപ്ലൈ മൈനസ്, ഗ്രൗണ്ട് പ്ലസ്, സബ് ഔട്ട്. പിന്നെ നമുക്ക് ഗെയിൻ ഒരുപാട് വേണ്ട എന്നുണ്ടെങ്കിൽ നോർമലി തന്നെ വെക്കുക. പിന്നെ നമുക്ക് സബ്സോണിക്കിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസി റെസ്പോണ്ട് ചെയ്യത്തില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ബോക്സിന് ബൂഫറിന് യോജിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ആ കിട്ടുന്ന ബാസ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു 3/4 ഭാഗമായിട്ട് കയറ്റി വെച്ചാൽ മതി. 3/4 ഫുള്ളോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറ്റി വെക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡിൻ്റെ സപ്ലൈയും കാര്യങ്ങളെല്ലാം കൊടുത്ത് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓണാക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. പവർ ഓണായിട്ടുണ്ട്. എട്ട് ഇഞ്ചിൻ്റെ സബയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അത് ഇച്ചിരി വോളിയം കയറ്റി വെച്ചെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല.
ഇടിച്ച് പാറിക്കും, ബോക്സിനകത്തല്ലാത്തതുകൊണ്ട്. ഞാൻ സബ്സോണിക് ഫിൽറ്ററിനകത്ത് ഫ്രീക്വൻസി എന്നുള്ളത് രണ്ട് ഫുള്ള് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഫുള്ള് തിരിച്ചാണ് വെച്ച് ഉപയോഗിക്കുന്നത്. വീട്ടിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിലേക്ക് തിരിക്കുമ്പോഴത്തേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ബാസ് അല്ല കിട്ടുന്നത്. ഈ ഒരു സൗണ്ട് വരും. അപ്പോൾ ഇത് രണ്ട് ഫ്രീക്വൻസി രണ്ടും വലത്ത് സൈഡിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ സബ്സോണിക് എന്നുള്ളത് ഇതിനകത്ത് രണ്ടിനകത്തും അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ലോ ബൂസ്റ്റ് ഒരു 3/4 നമുക്ക് കയറ്റി വെക്കുക. പിന്നെ ഗെയിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ നോർമൽ വെച്ച് ഉപയോഗിച്ചാൽ മതി. ആമ്പിൽ നല്ല പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗെയിനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇത് വണ്ടികളൊന്നും സെറ്റ് ചെയ്യണം. അപ്പോൾ വണ്ടി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫിൽറ്റർ ഇന്നലെ വാങ്ങിച്ചത്. 12 വോൾട്ട് 5 ആമ്പിയർ ട്രാൻസ്ഫോമറാണ് കൊടുത്തത്. അതുകൊണ്ടാണ് പവർ ഇത്ര പമ്മി പോകുന്നത്. ബാറ്ററി കൊടുത്താലേ കറക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.